പടപ്പനാർകോട്ട ഗ്രാമനിവാസികളെ സംബന്ധിച്ച് ആ ദിനം ഒരു ദുർദിനമായിരുന്നു. കാരണം ഗ്രാമവാസികളെ ഭീതിയുടെ മുൾമുനയിലാഴ്ത്തിയ തുടർ കൊലപാതകങ്ങളുടെ തുടക്കം അന്നായിരുന്നു. സമയം രാത്രി 2:30. നായകളുടെ തുടർച്ചയായ ഓരിയിടൽ കേട്ടുകൊണ്ടാണ് ഫൗസിയ മനസ്സിൽ അഹമ്മദ് ഹാജി ഉറക്കമുണർന്നത്. നശിച്ച പട്ടികൾ എന്ന് പിറുപിറുത്തുകൊണ്ട് അയാൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. തനിക്കിനി ഉറക്കം വരില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. പ്രത്യേകിച്ചും കറണ്ട് കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ. തന്റെ തലയണക്കടിയിൽ നിന്നും സിഗരറ്റും ലൈറ്ററും എടുത്തുകൊണ്ട് അയാൾ 2ാം നിലയിലെ മട്ടുപ്പാവിലേക്ക് പോയി. ലൈറ്റർ കത്തിക്കാനൊരുങ്ങിയ അഹമ്മദ് ഹാജി താഴെ കരിയിൽ അനങ്ങുന്ന ശബ്ദം കേട്ടു. അയാൾ താഴേക്ക് നോക്കി. അയാൾ കണ്ടത് ഒരു രൂപം മരങ്ങൾക്കിടയിലൂടെ തൊട്ടടുത്ത ജോസഫ് തോമസിന്റെ വീട് ലക്ഷ്യം വെച്ച് നീങ്ങുന്നതാണ്. അയാൾ സൂക്ഷിച്ചു നോക്കി നൽകി. പെട്ടെന്ന് മരങ്ങൾക്കിടയിൽ നിന്നും ആ രൂപം പുറത്തേക്ക് വന്നു. അതൊരു അസ്ഥികൂടമായിരുന്നു. ഒരു നിലവിളി ഹാജിയുടെ തൊണ്ടയിൽ കുരുങ്ങുകയും അയാൾ ബോധമറ്റ് നിലംപതിക്കുകയും ചെയ്തു. പിറ്റേന്ന് ഗ്രാമം ഉറക്കമുണർന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ്. ആലിംഗ് വില്ലയിൽ ജോസഫ് തോമസ് തന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പറമ്പിൽ മരിച്ചു കിടക്കുന്നു. അതും അസ്വാഭാവികമായ ഒരു മരണം. അഹമ്മദ് ഹാജി കണ്ട അസ്ഥികൂടത്തിന്റെ കഥ കൂടി കേട്ടതോടെ ഗ്രാമം ഭീതിയിലായിരുന്നു. പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതൊരു ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകമാണെന്ന് മനസ്സിലായി. കൊലപാതകയിലേക്കുള്ള തെളിവുകൾ കണ്ടെത്താൻ പോലീസിനായില്ല. ആകെയുള്ളത് ഹാജി പറഞ്ഞ അസ്ഥികൂടത്തിന്റെ കഥ മാത്രം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് അവ്യക്തമായ ഒരു രൂപം നടന്നു നീങ്ങുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയ ശേഷം അത് അപ്രത്യക്ഷമാകുന്നുമുണ്ട്. ശരിക്കും പോലീസ് ഇരുട്ടിൽ തപ്പുകയായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമം സാധാരണ നിലയിലേക്ക് നീങ്ങുകയും നടന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഗ്രാമവാസികൾ വിശ്വസിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് നേരെ ഒരു വെള്ളിടി എന്ന പോലെ പിന്നീട് 2 കൊലപാതകങ്ങൾ നടന്നു. അതും സമാനമായ രീതിയിൽ. അവിടെയും അസ്ഥികൂടത്തിന്റെ സാന്നിധ്യം തെളിയിക്കപ്പെട്ടു. അപ്പോൾ എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന് പറയുന്നത് പോലെ മറ്റൊരു വാർത്തയും പുറത്തു വന്നു. ഗ്രാമവാസിയായ ഗോവിന്ദനെ ചെന്നൈയിലെ തന്റെ ഫാക്ടറിയിൽ വെച്ച് കാണാതായി എന്നായിരുന്നു ആ വാർത്ത. ഗ്രാമവാസികൾ ആകെ ദുരന്ത ഭീതിയിലായിരുന്നു. 3 കൊലപാതകങ്ങളിലും പോലീസിന് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കാതിരുന്നതോടെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയും ഒടുവിൽ സമ്മർദ്ദ ഫലമായി കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ക്രൈംബ്രാഞ്ച് DYSP ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കേസ് ഏറ്റെടുത്തു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭരണകാലത്ത് വളരെയധികം പ്രാധാന്യമുള്ള പ്രദേശമായിരുന്നു പടയനാർ കോട്ട. കേരള ഗവൺമെന്റ് ഗ്രാമത്തെ ഒരു പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാജഭരണകാലത്തെ പല ശേഷിപ്പുകളെയും ഗ്രാമത്തിൽ സംരക്ഷിച്ചു പോന്നു. ഗ്രാമം പുതിയൊരു അനുഭവമാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന് നൽകിയത്. കേസ് ഡയറിയും മറ്റ് അനുബന്ധ വിവരങ്ങളും കാര്യമായി പഠിച്ച ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒടുവിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. ബെഞ്ചമിന് ഒരു കാര്യം മനസ്സിലായി. 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 3 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്. മാത്രമല്ല കൊലപാതക ശേഷം അസ്ഥികൂടത്തിന്റെ സഞ്ചാരപാത ട്രാക്ക് ചെയ്താൽ, അതായത് പ്രാദേശിക മാപ്പിൽ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ 3 സഞ്ചാരപാതകളും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നതായി കാണാം. അതായത് ഈ സഞ്ചാരപാത ഒരിടത്ത് കൂട്ടിമുട്ടുന്നതായി കാണാം. 3 വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്ന കൊലപാതകങ്ങൾക്ക് ശേഷം അസ്ഥികൂടം സഞ്ചരിച്ചിരിക്കുന്നത് ഒരു പൊതുവായ സ്ഥലത്തേക്കാണെന്നാണ്. പ്രാദേശിക മാപ്പിൽ അത് ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ച ബെഞ്ചമിന് മനസ്സിലായത് അത് കുറുപ്പശ്ശേരി ബംഗ്ലാവിൽ വീരഭദ്രക്കുറുപ്പ് എന്നൊരു പ്രമാണിയുടേതാണെന്നാണ്. കുറുപ്പശ്ശേരി തറവാട്ടുകാർ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാണ്. അതായത് പണ്ട് രാജഭരണം ഉണ്ടായിരുന്നപ്പോൾ രാജാവിന്റെ വിശ്വസ്തരും രാജാവിന്റെ സേനയെ നയിച്ചിരുന്നവരുമാണ് പടക്കുറുപ്പന്മാർ. ആ തലമുറയിൽ ഇന്നത്തെ കണ്ണിയാണ് വീരഭദ്രക്കുറുപ്പ്. അപ്പൊ അതിലയാൾ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിസമ്പന്നനാണ് വീരഭദ്രക്കുറുപ്പ്. പാരമ്പര്യമായി കിട്ടിയ സ്വത്തിന് പുറമെ തന്റെ മക്കൾ 2 പേരും ഗൂഗിളിലും മൈക്രോസോഫ്റ്റ്, അതായത് വൻകിട ബഹുരാഷ്ട്ര കമ്പനിയായ ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലുമാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അതിസമ്പന്നതയിൽ മുങ്ങിക്കുളിച്ച ഒരു കുടുംബമാണ് കുറുപ്പശ്ശേരി ബംഗ്ലാവ്. താൻ അതിസമ്പന്നനാണ് എന്നുള്ള യാതൊരു ചിന്തയും വീരഭദ്രക്കുറുപ്പിനില്ലായിരുന്നു. അദ്ദേഹം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും പാവങ്ങളെ വൻതോതിൽ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ നാട്ടിൽ ഏവർക്കും സർവ്വസമ്മതനും പൊതുകാര്യ പ്രസക്തനുമായിരുന്നു വീരഭദ്രക്കുറുപ്പ്. തുടർന്ന് ബെഞ്ചമിൻ കൊല്ലപ്പെട്ടവരെ വീട് സന്ദർശിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. തുടർന്ന് ബെഞ്ചമിൻ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. കൊല്ലപ്പെടുന്നതിന്റെ അന്നോ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലോ ഒരു വ്യക്തി ഇവരെ അപ്രോച്ച് ചെയ്തിട്ട് ആ സ്ഥലം വിൽക്കാനുണ്ടോ, അതായത് വീടിനോട് ചേർന്നുള്ള പറമ്പ് 2 ഏക്കർ 3 ഏക്കർ സ്ഥലം ഓരോരുത്തർക്ക്, ഈ 3 പേർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിൽക്കാനുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുകയും വളരെ സീരിയസ് ആയ ഒരു അപ്രോച്ച് നടത്തുകയും ചെയ്തു. എന്നാൽ ഈ ഗൃഹനാഥന്മാർ അത് നിഷ്കരണം തള്ളുകയും തങ്ങൾ ഒരിക്കലും പ്രോപ്പർട്ടി വിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയും ചെയ്തു. സ്ഥലം വാങ്ങാൻ വന്ന 3 പേരെ കുറിച്ചും ബെഞ്ചമിൻ കാര്യമായ അന്വേഷണം നടത്തി.
അതിൽ നിന്ന് ബോധ്യപ്പെട്ടത് ഇതാണ്: ഈ 3 പേർക്കും ഈ പ്രോപ്പർട്ടീസ് വാങ്ങാനും മാത്രമുള്ള സാമ്പത്തിക ശേഷിയില്ല. അവരുടെ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ളതാണ്. ഇവർ 3 പേരും തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷേ അവരുടെ എല്ലാ ഫോൺ കോളുകൾ കടന്നു വരുന്ന കോമൺ ആയിട്ടുള്ള വ്യക്തി വീരഭദ്രക്കുറുപ്പാണ്. കുറുപ്പശ്ശേരിയിൽ വീരഭദ്രക്കുറുപ്പ്. തലക്കച്ചവടത്തിന് വന്ന 3 ബിനാമികളുടെ ഫോൺ കോൾ ട്രാക്ക് ചെയ്താൽ എത്തിച്ചേർന്നത് വീരഭദ്രക്കുറുപ്പിലേക്ക്. അതുപോലെ തന്നെ ആ CCTV ദൃശ്യങ്ങൾ പിന്തുടർന്നാൽ എത്തിച്ചേർന്നത് വീരഭദ്രക്കുറുപ്പിന്റെ പ്രോപ്പർട്ടീസിലേക്ക്. അപ്പൊ ഇതിൽ നിന്നും ബെഞ്ചമിൻ ഒരു കാര്യം മനസ്സിലായി: ഈ കൊലപാതകങ്ങളിൽ എന്തൊക്കെയോ വീരഭദ്രക്കുറുപ്പിന് പങ്കുണ്ട്. സർവ്വസമ്മതനും പൊതുകാര്യ പ്രസക്തനും ജനങ്ങളെ കൈയയച്ച് സഹായിക്കുന്നതുമായ വീരഭദ്രക്കുറുപ്പിനെതിരെ ഒരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് ആയിരുന്നു. അത് ബെഞ്ചമിൻ ധീരമായി ഏറ്റെടുത്തു. അതിന്റെ ആദ്യപടിയായി വീരഭദ്രക്കുറുപ്പിന്റെ വീട് സന്ദർശിക്കാൻ ബെഞ്ചമിൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്ന് ബെഞ്ചമിൻ ആ വീരഭദ്രക്കുറുപ്പിന്റെ വീട്ടിലെത്തി. അങ്ങനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇതുവഴി പോയപ്പോൾ കയറിയേക്കാം എന്ന് കരുതി കയറിയതാണ് എന്നൊക്കെ പറഞ്ഞു കുറുപ്പുമായി വളരെ സൗഹാർദ്ദപരമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ബെഞ്ചമിൻ ശ്രമിച്ചു. അങ്ങനെ അവിടെ നിന്ന് ബെഞ്ചമിൻ സൗഹൃദപരമായി പിരിയുകയും തന്റെ ലക്ഷ്യത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായതിന്റെ സന്തോഷത്തിൽ കുറുപ്പിന്റെ വീട്ടിൽ നിന്ന് മടങ്ങാൻ തുടങ്ങിയ ബെഞ്ചമിന് കുറുപ്പിന്റെ സെക്യൂരിറ്റി പിന്നിൽ നിന്ന് വിളിച്ചു. താൻ ചെന്നൈയിൽ കാണാതായ ഗോവിന്ദന്റെ മകനാണെന്നും അച്ഛന്റെ തിരോധാനം അന്വേഷിക്കാനുള്ള പരാതി നൽകാൻ വേണ്ടി സ്റ്റേഷനിൽ വന്നപ്പോൾ താൻ സാറിനെ കണ്ടിരുന്നുവെന്നും അയാൾ പറഞ്ഞു. അച്ഛന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കാം എന്നൊരു തോന്നൽ തനിക്കുണ്ട് എന്ന് അയാൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങയുടെ തോന്നൽ എന്ന് ബെഞ്ചമിൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, അച്ഛൻ ഒരു മുൻകോപിയാണ്, പോരാത്തതിന് പഴയ ഒരു കളരി ഗുരുക്കളും. ഇഷ്ടപ്പെടാത്ത എന്ത് കണ്ടാലും അതിനോട് പ്രതികരിക്കുന്ന സ്വഭാവം അച്ഛനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ പെട്ടെന്ന് എല്ലാവർക്കും പഴക്കടിക്കുന്ന പ്രകൃതമായിരുന്നു. അച്ഛൻ്റെ ഈ സ്വഭാവം അച്ഛനെ ആപത്തിൽ ചെന്ന് ചാടിച്ചിരിക്കാം എന്നൊരു പേടി, ഭയം തന്റെ ഉള്ളിലുണ്ടെന്ന് സെക്യൂരിറ്റി അയാൾ ബെഞ്ചമിനോട് പറഞ്ഞു. അച്ഛന് ജീവാപായം സംഭവിച്ചു കാണില്ലെന്നും അച്ഛനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ താൻ നടത്താമെന്നും ചെന്നൈ പോലീസിന് മാക്സിമം പ്രഷർ ചെലുത്താമെന്നും ഒക്കെയുള്ള ഉറപ്പ് ബെഞ്ചമിൻ അയാൾക്ക് നൽകി. അപ്പോൾ അയാൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ മറ്റൊരു കാര്യം പറഞ്ഞു. ഈ കുറുപ്പശ്ശേരി ബംഗ്ലാവിനെ കുറിച്ച് തനിക്ക് പല സംശയങ്ങളുമുണ്ടെന്നും പല ദുരൂഹതകളും ഈ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ടെന്നും അറിയിച്ചു. അടുത്തയാഴ്ച ഒരു സ്വകാര്യ റിസോർട്ടിൽ വെച്ച് വീരഭദ്രക്കുറുപ്പിന്റെ മകളുടെ വിവാഹമാണെന്നും അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് പോകുമെന്നും ആ കുറച്ച് മണിക്കൂറുകൾ സാറിന് ഇവിടെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ സാറിന്റെ കേസ് അന്വേഷണത്തെ അത് കാര്യമായി ബൂസ്റ്റ് ചെയ്യും എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ യുവാവ് പറഞ്ഞ ദിവസം ബെഞ്ചമിൻ ബംഗ്ലാവിലെത്തുകയും അവിടെ കാര്യമായ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ യാതൊന്നും കണ്ടെത്താൻ ബെഞ്ചമിന് സാധിച്ചില്ല. അങ്ങനെ ബെഞ്ചമിൻ ബംഗ്ലാവിന്റെ പിൻഭാഗത്തേക്ക് പോവുകയും അവിടെ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് കൂട്ടിയിട്ടിരിക്കുന്നത് കാണുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, ബൂട്ട്സ് ഇട്ട് നടക്കുമ്പോൾ, അതായത് സാധാരണ തറയോടിന് മുകളിൽ നടക്കുന്ന ഒരു ശബ്ദമല്ല ആ വേസ്റ്റ് മെറ്റീരിയൽസ് കൂട്ടിയിട്ടിരിക്കുന്ന അതിന്റെ മുകളിലൂടെ നടക്കുന്നത് എന്ന് ബെഞ്ചമിൻ മനസ്സിലാക്കി. അപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ അവിടെ ഒരു താക്കോൽ ദ്വാരം കണ്ടു. അങ്ങനെ ബെഞ്ചമിൻ തന്റെ റൈഫിൾ എടുക്കുകയും അവിടെ ഷൂട്ട് ചെയ്തപ്പോൾ അവിടെ ഒരു ചെറിയ ശബ്ദത്തോടു കൂടി ആ ഒരു പാളി അടർന്നു മാറുകയും ചെയ്തു. ഒരാൾക്ക് മാത്രം കഷ്ടിച്ചിറങ്ങി പോകാൻ പറ്റുന്ന ആ ഒരു ഹോൾ എന്ന് പറയുന്നത് ഏതോ നിലവറയിലേക്കുള്ള ഒരു വാതിലാണെന്ന് ബെഞ്ചമിന് മനസ്സിലാക്കി. അങ്ങനെ ബെഞ്ചമിൻ വളരെ സൂക്ഷിച്ച് അതിലിറങ്ങുകയും പതിയെ മുന്നോട്ട് നടക്കുകയും ചെയ്തു. അപ്പോൾ വളരെ അടുത്ത കാലത്തായിട്ടാണ് ആ ഒരു തുരങ്കം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ബെഞ്ചമിന് മനസ്സിലായി. അപ്പം അങ്ങനെ പതിയെ ആ ഒരു 25 മീറ്ററോളം, അതായത് 25-30 മീറ്ററോളം മുന്നോട്ട് നീങ്ങിയ ബെഞ്ചമിൻ അത്ഭുതത്തോടെ മറ്റൊരു കാര്യമുണ്ട്. മുന്നോട്ട് പോയ ബെഞ്ചമിൻ എത്തിച്ചേർന്നു മറ്റൊരു വലിയ തുരങ്കത്തിലേക്കാണ്. അതായത് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാർ നിർമ്മിച്ച, അതായത് ശത്രുരാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ ശത്രുക്കളോട് പിടിച്ചു നിൽക്കാൻ ആകാതെ വരുമ്പോൾ തങ്ങളുടെ സർവ്വസമ്പത്തും എടുത്തുകൊണ്ട് ആ രാജകുടുംബാംഗങ്ങളെ കൂട്ടിക്കൊണ്ട് രാജാവ് രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു തുരങ്കം, അതിനുവേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു തുരങ്കത്തിലാണ്. അപ്പോൾ അവിടെയാകട്ടെ ആ രാജഭരണകാലത്തെ നിരവധി വസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളുമൊക്കെ ആ ബെഞ്ചമിന് കണ്ടെത്താൻ സാധിച്ചു. മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു രഹസ്യ നിലവറയുണ്ടെന്നും അവിടെ ഒരാൾ താമസമുണ്ടെന്നും മനസ്സിലായി. ബെഞ്ചമിന് മറ്റൊരു കാര്യം കണ്ടെത്താൻ കഴിയും. വളരെ നീളത്തിലുള്ള ഒരു കറുത്ത കോട്ട്, അതിൽ ഫ്ലോറസെന്റ് പെയിന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അസ്ഥികൂടത്തിൻ രൂപം പെയിന്റ് ചെയ്തെടുത്തിരിക്കുന്നു. ഇതിൽ നിന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി. അതായത് ഈ ഒരു ഗൗൺ ഇട്ടുകൊണ്ടാണ് ആ കൊലപാതകങ്ങൾ നടത്തിയതും അത് അസ്ഥികൂടമായി മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചതും. പിന്നെയും 100 മീറ്ററോളം ബെഞ്ചമിൻ മുന്നോട്ട് നടന്നു. അങ്ങനെ ഒരു കവാടത്തിൽ എത്തിച്ചേർന്നു. അതായത് പുറംലോകത്തേക്ക് തുറക്കുന്ന ഒരു കവാടം. അവിടെ ബെഞ്ചമിൻ ഷൂട്ട് ചെയ്ത്, റൈഫിൾ എടുത്ത് ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് കടന്നപ്പോൾ ബെഞ്ചമിൻ എത്തിച്ചേർന്നത്
വിശാലമായ ഒരു പ്രദേശത്താണ്. അതായത് കൊലപാതകം നടത്തിയ ശേഷം അസ്ഥികൂടം അപ്രത്യക്ഷമായ അതേ പ്രദേശത്ത് തന്നെ. ഇപ്പോൾ കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമായി. അതായത് തുരങ്കത്തിലെ നിലവറയിൽ കഴിയുന്ന വ്യക്തി ഈ ഗൗണിട്ടുകൊണ്ട്, അതായത് അസ്ഥികൂടം പോലെ തോന്നിപ്പിക്കുന്ന ഗൗണിട്ടുകൊണ്ട് പുറം ലോകത്തെത്തി കൊലപാതകം നടത്തുകയും തിരിച്ച് തുരങ്കത്തിലേക്ക് തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും വീരഭദ്രക്കുറുപ്പിന് പങ്കുണ്ടെന്ന് ബെഞ്ചമിന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ പതിയെ ബെഞ്ചമിൻ കാത്തിരുന്നു. അപ്പോഴേതാ മെലിഞ്ഞ ഒരു വ്യക്തി, മെലിഞ്ഞ ഒരാൾ ആ തുരങ്കത്തിലേക്ക് കയറി വരും. തുരങ്കത്തിലേക്ക് ആരോ അതിക്രമിച്ച് കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ മട്ടിലായിരുന്നു അയാളുടെ വരവ്. അയാളുമായി ചെറിയൊരു സംഘടനത്തിൽ ഏർപ്പെട്ടെങ്കിലും ഒടുവിൽ അയാളെ കീഴടക്കാൻ ബെഞ്ചമിന് സാധിച്ചു. അങ്ങനെ അയാൾ സത്യം പറഞ്ഞു. വീരഭദ്രക്കുറുപ്പിന്റെ നിലവറയിൽ, വീരഭദ്രക്കുറുപ്പിന്റെ പത്തായപ്പുരയിലെ ഉള്ളിലുള്ള രഹസ്യ നിലവറയിൽ നിന്ന് ഒരു താളിയോല കിട്ടിയെന്നും ആ താളിയോലയിൽ പറയുന്നത് ഇതായിരുന്നു: തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ നിധിശേഖരത്തിന്റെ ഒരു വലിയ പങ്ക് 3 ട്രങ്ക് പെട്ടികളിലാക്കി സമീപ പ്രദേശത്തെ 3 ഭാഗങ്ങൾ, 3 സ്ഥലങ്ങളിൽ ഭൗമാന്തർ അറയുണ്ടാക്കി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അതുപോലെ ഈ ഒരു ഭൗമാന്തർ തുരങ്കത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷനും ആ താളിയോലിൽ നിന്നാണ് ലഭിച്ചതെന്നും അയാൾ പറഞ്ഞു. എങ്ങനെയും നിധിശേഖരം സ്വന്തമാക്കണമെന്ന് കരുതിയിരുന്ന വീരഭദ്രക്കുറുപ്പ് തന്റെ ബിനാമികൾ വഴി ഈ 3 സ്ഥലത്തിന്റെയും ഉടമസ്ഥരെ സമീപിച്ചെങ്കിലും അവർ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. മറ്റ് വഴികളൊന്നും ഇല്ല എന്ന് കണ്ടപ്പോഴാണ് ആ കൊലപാതകങ്ങൾ നടത്താൻ വീരഭദ്രക്കുറുപ്പ് തയ്യാറായത്. ഇതിന് കരുവാക്കിയതോ തന്നെയും. രാത്രിയിൽ അസ്ഥികൂടത്തിന്റെ വേഷം ധരിച്ച് ഗോവിന്ദൻ ടാർഗറ്റ് ചെയ്യുന്നവരുടെ വീട്ടിലെത്തുന്നു. അതിനുശേഷം അവരെ പരിചിതരായവരുടെ പേര് പറഞ്ഞ് പുറത്തേക്ക് വിളിക്കുന്നു. പുറത്തെത്തുന്ന അവർ ഒരു നിമിഷം അസ്ഥികൂടത്തെ കണ്ട് ഒന്ന് പകച്ചു നൽകുന്നു. കളരിയാശാനായ ഗോവിന്ദന് ആ ഒരു നിമിഷം മതിയായിരുന്നു അവരെ കീഴടക്കാൻ. അങ്ങനെ അവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം തൊട്ടടുത്തുള്ള പറമ്പിൽ മൃതദേഹം കൊണ്ടിടുന്നു. ആ പറമ്പ് മറ്റാരും സ്വന്തമാക്കാൻ വരരുത് എന്നൊരു ഉദ്ദേശവും അതിന്റെ പിന്നിലുണ്ടായിരുന്നു. കൊലപാതക ശേഷം തിരിച്ചു പോകുന്നതിന് മുൻപായി പോലീസ് നായകളുടെ ക്രാണശക്തിയെ മറികടക്കാൻ തക്ക വിധത്തിൽ താൻ പ്രത്യേകമായി തയ്യാർ ചെയ്ത ഔഷധക്കൂട്ടുകൾ മൃതദേഹത്തിനും പരിസരത്തുമെല്ലാം സ്പ്രേ ചെയ്തിട്ടായിരുന്നു അയാൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് നായകൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അങ്ങനെ അസ്ഥികൂടത്തിന്റെ വേഷം ധരിച്ച് കൊലപാതകം നടത്തുന്ന വ്യക്തിയെയും അതുപോലെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വീരഭദ്രക്കുറുപ്പിനെയും എല്ലാ തെളിവുകളോടെയും അകത്താക്കാൻ, അറസ്റ്റ് ചെയ്യാൻ ബെഞ്ചമിന് സാധിച്ചു. എന്നാൽ ബെഞ്ചമിൻ അറസ്റ്റ് ചെയ്ത കൊലപാതകയെ കണ്ട സെക്യൂരിറ്റി യുവാവ്, അതായത് കുറുപ്പിന്റെ വീട്ടിലെ സെക്യൂരിറ്റിയായ ആ യുവാവ് പൊട്ടിക്കരഞ്ഞു. കാരണം അത് കാണാതെ പോയ അയാളുടെ അച്ഛനായിരുന്നു. അങ്ങനെ ഈ ഒരു കേസന്വേഷണം വിജയകരമായി പൂർത്തിയാക്കാൻ ബെഞ്ചമിന് സാധിച്ചു. ബെഞ്ചമിന്റെ അടുത്ത കേസന്വേഷണത്തിൽ കാണാം. താങ്ക് യു.